അക്ഷരത്തളികയിൽ വാക്കിൻ മൗനമായി അറിവിന്റെ നിറവിൽ ഉറവാകുമംബികേ. അക്ഷരത്തളികയിൽ വാക്കിൻ മൗനമായി അറിവിന്റെ നിറവിൽ ഉറവാകുമംബികേ. ഹൃദയ സരസിജേ ഹൃദയ സരസിജേ സാരസ്വതേ ദേവി വിദ്യതൻ വിത്തുകൾ അക്ഷരവനമാക്കൂ. വിദ്യതൻ വിത്തുകൾ അക്ഷരവനമാക്കൂ. അക്ഷരത്തളികയിൽ വാക്കിൻ മൗനമായി അറിവിന്റെ നിറവിൽ ഉറവാകുമംബികേ. ഇപ്പോൾ നമ്മൾ കേട്ട ഗാനത്തിന് ജന്മം നൽകിയ ശ്രീ രാജീവ് മാരാരുടെ വീഡിയോയുടെ 2ാം ഭാഗമാണിത്. അപ്പം ആദ്യത്തെ ഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഈ ഒരു ഭാഗത്തിൽ അദ്ദേഹം സംഗീതത്തിനെ കുറിച്ചും ഗുരുവായൂരപ്പനെ കുറിച്ചൊക്കെ പറയുന്നു കേട്ടോ. അപ്പം നമുക്ക് രാജീവ് മാരാരുടെ വാക്കുകളിലേക്ക് തന്നെ കയറാല്ലേ. ഒരു ഗാനം നിങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റവും അടുത്തത് ഏതാണ്? എന്തുകൊണ്ടാണ് അത് ഏറ്റവും അടുത്തതായി മാറിയത്? എന്റെ കേസില് ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചിരിക്കുന്നത് വെളയനാട് ദേവിയുടെ പാട്ടാണ്. ആദ്യം എഴുതിയിരിക്കുന്ന ഒരു പാട്ട് വെളയനാട് ദേവി ക്ഷേത്രത്തിന്റെ ശ്രീചക്ര ചൈതന്യം എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. അത് എനിക്ക് അന്നം തരുന്ന ദേവിയാണ്. അതിന്റെ ഊർജം ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ മൂകാംബിക ദേവിയുടെ ഒരു ബ്ലെസ്സിങ്ങോടുകൂടി എനിക്കൊരു അനുഭവം വന്നിരിക്കുന്നത് ശങ്കര പൂജിത എന്നുള്ളൊരു ഗാനം എഴുതി കഴിഞ്ഞതിന് ശേഷം വൈഫ് എന്നോട് പറഞ്ഞു, ഈ പാട്ടൊന്നും നമ്മൾ പുറത്തേക്ക് വരുന്നില്ല, അപ്പൊ മൂകാംബിക നമ്മൾ കേൾപ്പിക്കാതെ. അപ്പം മൊബൈൽ ഇട്ടിട്ട് സരസ്വതി മണ്ഡപത്തിൽ വെച്ചിട്ട് ശങ്കര പൂജിത എന്നുള്ള പാട്ട് ആദ്യമായിട്ട് മൂകാംബിക ദേവിക്ക് കേൾപ്പിച്ചു കൊടുത്തു. അതിന്റെ പിറ്റേത്തെ ആഴ്ചയാണ് ഈ ഗാനങ്ങളൊക്കെ വെളിച്ചത്ത് വരാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വന്നത്. ഗുരുവായൂരപ്പന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഒരു സന്ദേശം പറയണം. ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. നമ്മുടെ സുഹൃത്ത് എന്നുള്ള നിലക്ക് നമ്മൾ വൈകാട്ടി തരുന്ന ഒരാളാണ് ഗുരുവായൂരപ്പൻ. പക്ഷെ അദ്ദേഹത്തോട് ചതി വഞ്ചന കാണിക്കാൻ പറ്റില്ല. കർമ്മത്തിന്റെ ഫലം കറക്റ്റായിട്ട് ചെയ്യുന്ന ആളാണ്. അത് കാലാന്തരത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ബോധ്യമുണ്ട്. എനിക്ക് തന്നെ പല വ്യക്തികൾക്കും അനുഭവപ്പെട്ട അനുഭവത്തിനും കൂടിയാണ് ഞാൻ. കാരണം നെഗറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് തന്നെ അത് അനുഭവപ്പെട്ടതായിട്ടുള്ള ചരിത്രം എനിക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹത്തിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വഴിപാടിന്റെ ബലത്തിലല്ല അദ്ദേഹം നമ്മളെ സമർപ്പണത്തിന്റെ ആ ബലത്തിലാണ് അദ്ദേഹത്തിന് അനുഗ്രഹം നമുക്ക് കിട്ടുന്നത്. അത് പുറത്തു വന്ന് സ്മരിച്ചാലും നമ്മുടെ മൂർധാവിൽ അദ്ദേഹത്തിന്റെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവ് വൈബായിട്ട് പതിവെന്നുള്ള യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് സംശയം ഒരു പ്രകാരത്തിൽ നമുക്ക് വേണ്ട ആവശ്യമില്ല. അത്രയും പവർഫുൾ ആയിട്ട് മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ. ഈ മണ്ണിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്. ആ ഊർജം മുഴുവൻ ആവാഹിച്ചെടുത്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്റെ ജീവിതത്തിൽ അനുഭവമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഗുരുവായൂരപ്പന്റെ നിവേദ്യം 5 വർഷം ഭക്ഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെതായിരിക്കുന്ന ഊർജം എനിക്ക് ഭാവി ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ, നല്ല തരത്തിലുള്ള അനുഭവങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഗുരുവായൂരപ്പൻ വഴിപാടിന്റെ വലുപ്പം പണത്തിന്റെ വലുപ്പത്തിലല്ല അനുഗ്രഹം, നമ്മുടെ സമർപ്പണത്തിലാണ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. പാട്ടുകൾ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ ആ പാട്ടിനെ കുറിച്ചും ഏതൊക്കെ പാട്ടുകളാണ് എഴുതിയത്, അപ്പൊ ആരൊക്കെയാ പാടിയിട്ടുള്ളത്, അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? എന്റെ പാട്ടിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് എന്റെ വൈഫ് നേരത്തെ പറഞ്ഞ മാതിരി അടച്ച് ബോക്സിൽ വെക്കുന്ന നേരത്തുള്ള അവസ്ഥ എത്രയോ വർഷങ്ങളായിട്ട് തുടങ്ങിയാണ്. ഇപ്പൊ ഒരുപാട് പാട്ടുകൾ എന്റെ പാട്ടുപെട്ടിയിലുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ എന്റെ പാട്ടിന്റെ അതിന്റെ നാന്ദി കുറിച്ച ആള് എന്ന് പറഞ്ഞാൽ രശ്മി രാമേന്ദ്രൻ, യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്ന എന്റെ സുഹൃത്തായിട്ട് അനിൽകുമാറിന്റെ, അദ്ദേഹം അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവര് മുൻകൈ എടുത്താണ് വെളയനാട് ക്ഷേത്രത്തിന്റെ പാട്ട് ആദ്യം തന്നെ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ചെങ്ങന്നൂർ ശ്രീകുമാർ, മധു ബാലകൃഷ്ണൻ, ഉണ്ണിമേനൻ ഇവരൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ഗുരുവായൂരപ്പൻ കോളേജിലുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള ശൈലേന്ദ്ര വർമ്മ, അദ്ദേഹത്തിന് എനിക്ക് മറക്കാൻ കഴിയില്ല. ഇവരൊക്കെ നല്ല തരത്തിലുള്ള സപ്പോർട്ടും സഹകരണവും എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എന്റെ എനിക്കതില് മറക്കാൻ പറ്റാത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്ന പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള മുരളി രാമനാട്ടുകയാണ് എന്റെ അധിക പാട്ടുകളും ട്യൂൺ ചെയ്തിരിക്കുന്നത്, സംഗീതം കൊടുത്തിരിക്കുന്നത്. പിന്നെ മധു ബാലകൃഷ്ണൻ പാടിയിരിക്കുന്ന ഒരു പാട്ട് ചെയ്തിരിക്കുന്നത് ചോറ്റാനിക്കര സേതു നാരായണ മാരാർ എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ഫ്രണ്ടാണ്. പിന്നെ ഉണ്ണിമേനോൻ
പാടിയ പാട്ടിനും മുരളിയേട്ടൻ തന്നെയാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. പിന്നെ ശൈലേന്ദ്ര വർമ്മ എന്റെ പാട്ട് പാടിയിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ കോളേജിൽ പ്രൊഫസറാണ്, അദ്ദേഹം എന്റെ സുഹൃത്താണ്. പിന്നെ രശ്മി രാമചന്ദ്രൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റിയിലെ, ഇവരൊക്കെ തന്നെയാണ് എന്നെ പൂർണ്ണ സഹകരണത്തോടുകൂടി ഇപ്പോൾ എന്റെ ഈ പാട്ടിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ പ്രോത്സാഹനമാണ് എനിക്കുള്ളത്. പാട്ടുകളൊക്കെ തന്നെ അത് വീഡിയോ, എല്ലാ പാട്ടിനും വീഡിയോ, മൂകാംബിക പാട്ടിനും അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ വീഡിയോയും ചെയ്തിരിക്കുന്നത് എന്റെ മകനാണ്. അവന്റെ ഒരു വൈശാഖ കൃഷ്ണനാണ്. അവന്റെ നല്ല തരത്തിലുള്ള പ്രോത്സാഹനം എനിക്ക് ഏത് കാലത്തും ഇന്നലെ വരെ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. മണിയൂർ മഠമെന്ന ശ്രീവാഴും മണ്ണിലെ തീർച്ചയായിട്ടും. കാരണം കലാനിലയത്തിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷ ദിവസമാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഗമമുള്ള ദിവസമാണ് ഈ മണ്ണിലേക്ക്. അതും ഗുരുവായൂരപ്പന്റെ നിയോഗമായി നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തയാണ്. ആ മാസം ഗുരുവായൂരപ്പനെ വന്ന് ആളും കാണാനും ഗുരുവായൂരപ്പൻ തന്നെയാണ് ഞങ്ങളെ കാണാനും രക്ഷപ്പെടാനും സംസാരിക്കാനുള്ള ഞാൻ ഗുരുവായൂരപ്പനോട് ഈ വീഡിയോയുടെ ആദ്യം കേട്ട പാട്ടും അവസാനം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടും അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഭക്തിഗാനങ്ങളാണ്. ഇതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ നിരവധി ഗാനങ്ങൾ ഇനിയും ഉണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ പാട്ട് കേൾക്കണം. പ്രശസ്ത ഗായകരായ മധു ബാലകൃഷ്ണൻ, ചെങ്ങന്നൂർ ശ്രീകുമാർ പോലുള്ള നിരവധി കലാകാരന്മാരാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. സംഗീതത്തിലൂടെ ദൈവഭക്തിയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യാത്ര ഇപ്പോഴും തുടരുകയാണ്. സംഗീതവും ഭക്തിയും ചേർന്ന ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. രാജീവ് മാരാർ സാറുടെ ജീവിതത്തിൽ ഉണ്ടായ ചില അത്ഭുതകരമായ അനുഭവങ്ങളൊക്കെ നമുക്ക് ഇനിയും കേൾക്കാനുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗത്തിൽ രാജീവ് മാരാർ സാർ പങ്കുവെക്കുന്ന ചില പ്രത്യേക അനുഭവങ്ങൾ നമുക്ക് ഇനിയും കേൾക്കാനുണ്ട്. സിന്ദൂരം അഗ്നിതീർത്ഥത്തിൽ കലശമാടി ദേവി ദിനകരനണിച്ചു സീമന്ത സിന്ദൂരം സപ്തശതമന്ത്രത്താൽ ഹവിസുകളർപ്പിക്കാം. സപ്തശതമന്ത്രത്താൽ ഹവിസുകളർപ്പിക്കാം. ദ്വാദശാക്ഷരി മന്ത്രമായുണരുമി. ദ്വാദശാക്ഷരി മന്ത്രമായുണരുമി. അക്ഷരത്തളികയിൽ വാക്കിൻ മൗനമായി അറിവിന്റെ നിറവിൽ ഉറവാകുമംബികേ. സുവർണ ഗരുഡന്റെ തപസിൻ പുണ്യമേ സൗവർണികേ മന്ത്രതാളാത്മികേ. സുവർണ ഗരുഡന്റെ തപസിൻ പുണ്യമേ സൗവർണികേ മന്ത്രതാളാത്മികേ. വനകല്ലോലിനി സൗവർണികയിൽ ഞാൻ. വനകല്ലോലിനി സൗവർണികയിൽ ഞാൻ. മോക്ഷത്തിനായുള്ള കല്ലായി തപം ചെയ്യാം. മോക്ഷത്തിനായുള്ള കല്ലായി തപം ചെയ്യാം. അക്ഷരത്തളികയിൽ വാക്കിൻ മൗനമായി അറിവിന്റെ നിറവിൽ ഉറവാകുമംബികേ. അക്ഷരത്തളികയിൽ
തളികയിൽ വാക്കിൻ മൗനമായി അറിവിന്റെ നിറവിൽ ഉറവാകുമംബികേ ഹൃദയ സരസിജേ ഹൃദയ സരസിജേ സാരസ്വതേ ദേവി വിദ്യതൻ വിത്തുകൾ അക്ഷരവനമാക്കൂ വിദ്യതൻ വിത്തുകൾ അക്ഷരവനമാക്കൂ അക്ഷരത്തളികയിൽ വാക്കിൻ മൗനമായി അറിവിന്റെ നിറവിൽ ഉറവാകുമംബികേ